ഹായ് ഹലോ മച്ചന്മാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മച്ചന്മാരെ, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കടൽ കാണി പാറയാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായി തന്നെ ഇപ്പം എൻ്റെ ചാനലിൽ 500-ൽ കൂടുതൽ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ കടലാണിപ്പാറ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സ്റ്റോപ്പിൻ്റെ അടുത്തൊരു സ്റ്റോപ്പാണ് കേട്ടോ. കുറ്റിമൂട് സ്റ്റോപ്പ് കഴിഞ്ഞ് അടുത്ത് താളിക്കുഴി വരുന്ന സ്റ്റോപ്പ്. അപ്പോൾ ഈ താളിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ കടലാണിപ്പാറ എന്ന് പറയുന്നൊരു പാറ വരുന്നത്. അപ്പോൾ അതിന് വലത് സൈഡിൽ ഒരു ശിവക്ഷേത്രമുണ്ട്. അപ്പോൾ ഈ ശിവക്ഷേത്രത്തിൻ്റെ ബേക്ക് സൈഡിലാണ് ഈ വലിയൊരു പാറ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ പാറയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. രാത്രി സമയങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ നല്ലൊരു രസമാണ് ഈ പാറയിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഈ പാറയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാറയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ കുന്നിന് നേർക്ക് തന്നെ ഒരു കടൽ ഉണ്ട്. പക്ഷേ ആ കടലിലെ തിര അടിക്കുന്നതും അതേപോലെ തന്നെ അത് ഈ സൂര്യപ്രകാശം അടിച്ചതിൻ്റെ കിരണങ്ങളുണ്ടല്ലോ, സൂര്യപ്രകാശത്തിൽ ഈ വെള്ളത്തിൽ തന്നെ ഈ സൂര്യപ്രകാശം നേരിട്ടടിക്കുന്ന സമയത്ത് ഒരു രീതിയിലുള്ള ഒരു പ്രകാശം വരാറുണ്ട്. അപ്പോൾ അതെല്ലാം ഈ കടലിൽ കാണിപ്പാറയുടെ മണ്ടയിൽ നിന്ന് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റുമെന്നുള്ളൊരു ഒരിതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും കാണാൻ പറ്റത്തില്ല, കാരണം മരങ്ങളും കാര്യങ്ങളൊക്കെ വളർന്നത് കൊണ്ട് തന്നെ ഇപ്പോഴത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കടൽ കാണിപ്പാറയുടെ മണ്ടയിൽ നിന്ന് നോക്കിയാൽ കടൽ കാണാം എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് ഈ കടൽ കാണിപ്പാറ എന്ന പേര് ഇതിന് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഒത്തിരി ആൾക്കാരൊക്കെ വരുന്നൊരു സൈറ്റാണ് കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ ഒത്തിരി പേര് വന്ന് സമയം ചിലവഴിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരു വലിയ പാറയാണ്, പക്ഷേ ഈ പാറയുടെ മണ്ടയിൽ നിന്ന് കാണുന്ന വ്യൂ ഒക്കെ നല്ല രസമാണ് കേട്ടോ കാണാൻ. സമയം നമ്മൾ കടലാണിപ്പാറ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബോർഡ് കാണാം, കടലാണിപ്പാറ എന്ന് പറഞ്ഞ് ഒരു ബോർഡുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുള്ളിലേക്ക് പോകണം കേട്ടോ. മച്ചന്മാരെ 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കടലാണിപ്പാറയിൽ സന്ദർശനം അനുവദിക്കുന്നതല്ല കേട്ടോ. അപ്പം അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ നമ്മൾ കയറി വരുന്ന ആ സൈഡിൽ തന്നെ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. മച്ചന്മാരെ രാത്രി 8 മണിക്ക് ശേഷം കടലുകാണിപ്പാറ സന്ദർശനം അനുവദിക്കും. പിന്നെ മച്ചന്മാരെ ഇവിടെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ബ്ലോക്കായി കിടക്കുകയാണ്. അപ്പം അതിനുവേണ്ടി ഒരു JCB കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞ ഉടനെ നമ്മൾ ഈ റോഡും ഇതിനകത്തേക്ക് വരാനുള്ള റോഡും കാര്യങ്ങളെല്ലാം റെഡി ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ കാണുന്ന എവിടെയോ ആണ് കേട്ടോ നമ്മൾ ഈ കടൽ കാണാൻ പറ്റുന്നത്, പക്ഷെ ഇപ്പോൾ കാണത്തില്ല. അപ്പോൾ ഇതിനകത്തൊരു കാവുണ്ട് കേട്ടോ. മച്ചന്മാരെ അത് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് മാങ്ങ ഇഷ്ടം പോലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം ഇവിടെ മാങ്ങ അടക്കാൻ വേണ്ടിയിട്ട് ആരോ ഒരു ഓട്ട ഉണ്ടാക്കിയതാണ് സംഭവം.
അപ്പം ഇങ്ങനെ ഒരു ബുദ്ധി പ്രയോഗിച്ച പുള്ളിക്കാരനൊരു സല്യൂട്ടുണ്ട് കേട്ടോ. അച്ഛന്മാരെ തോട്ടയുടെ അറ്റത്ത് ചീപ്പാണ് കേട്ടോ വെച്ച് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് മാങ്ങ അടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനും നോക്കുകയാണ് മാങ്ങ വീഴുമെന്ന്. നമുക്കത് ഇട്ടൊരു മാങ്ങ അടക്കാം. മാങ്ങ കിട്ടി കേട്ടോ. അപ്പോൾ അച്ഛന്മാരെ നമ്മൾ ആ മാങ്ങ എടുത്ത് ഞാൻ ചേട്ടന് കൊടുത്തു കേട്ടോ. അപ്പോൾ ചേട്ടൻ അത് കഴിച്ചെടുത്ത് താഴേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിന് തൊട്ടപ്പുറത്താണ് ക്ഷേത്രം ഉള്ളത് കേട്ടോ. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയ വഴിയാണ് കേട്ടോ ഇത്. അച്ഛന്മാരെ ഇതാണ് കേട്ടോ ഇവിടുത്തെ ശിവക്ഷേത്രം. അപ്പോൾ ഇതിന് ഫ്രണ്ടിലോട്ട് നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഒരു ഉയർന്ന പ്രദേശം ആയതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു പെട്ടിക്കടയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കയറി വെള്ളവും കുടിച്ചിട്ട് നമ്മളിവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ അതാ ഇങ്ങനൊരു കൂട്ടുകാരനെ കമ്പനിയായി കിട്ടി. അപ്പോൾ അവൻ നമുക്ക് പോസ്റ്റ് ചെയ്യണം കേട്ടോ. വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ സമയമായി. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക.